Find the nth derivative of e raised to ax into sin bx plus c. Find the nth derivative of e raised to ax into sin bx plus c. അപ്പോൾ e raised to ax into sin bx plus cയുടെ nth ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് എടുക്കുന്നു. let y is equal to e raised to ax into sin bx plus c. It is a product of two functions. First function is e raised to x and the second function is sin bx plus c. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഹിയർ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ആണ്. സോ വി അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ദറ്റ് ഈസ് y1 ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ദറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് e raised to ax into sin bx plus cയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു ഈ ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് ബി എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദറ്റ് ഈസ് സൈൻ ബി എക്സ് പ്ലസ് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈസ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് എ എന്ന് വരും. അപ്പോൾ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് ആണ് കോസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദറ്റ് ഈസ് സൈൻ ബി എക്സ് പ്ലസ് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ദറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് ടേം ഉണ്ട്. ആ രണ്ട് ടേമിലും ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബാക്കി എന്ത് വരും? നമുക്ക് ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞു. നമുക്ക് ഈ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ ടൈം ആദ്യമായിട്ട് എഴുതാം. സെക്കൻഡ് ടൈമിൽ ഇ റൈസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? എ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി എന്നുണ്ട് അല്ലേ? അത് നമുക്ക് ഫസ്റ്റിൽ എഴുതാം. ദറ്റ് ഈസ് എ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഇ റൈസ് ടു എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞു. സോ എന്ത് വരും? ബാക്കി ബി ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇവിടെ വരുന്നത് ബി ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയത്? സെക്കൻഡ് ടൈമിലെ ടേംസ് ആണ് നമ്മൾ ആദ്യം ഫസ്റ്റിൽ എഴുതിയത്. ഫസ്റ്റ് ടൈമിലെ ടേംസ് സെക്കൻഡിലുമാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്തു. ദെൻ എ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലമാണ്. ഇത് ചെയ്യുന്നത് ഒരു പ്രത്യേക മെത്തേഡിലാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ വെച്ചാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഏതിനൊക്കെയാണെന്ന് അറിയാമോ? എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് എ ഈസ് ഈക്വൽ ടു r into cos theta and b is equal to r sin theta. അപ്പോൾ എക്ക് വാല്യൂ r into cos theta എന്ന് കൊടുക്കുന്നു. അതുപോലെ ബിയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കുന്നു? r into sin theta എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്തൊന്ന് ആഡ് ചെയ്തേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു എയുടെ സ്ക്വയർ, എ സ്ക്വയർ എന്ത് വരും? r cos theta the whole square എന്ന് വരും. that is answer is r square cos square theta plus b യുടെ സ്ക്വയർ, what is b square? b square is r sin theta the whole square, that is r square sin square theta that is equal to r square common ആയിട്ട് എടുക്കാം. so cos square theta plus sin square theta. what is cos square theta plus sin square theta? that is equal to 1. so r square into 1 എന്ന് കിട്ടും. therefore r square എന്ന് കിട്ടും. so r square is equal to a square plus b square. then what is r? therefore r is equal to
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2. ദറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. റൂട്ടിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. അതാണ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2 എന്ന് കിട്ടി. അതുപോലെ മറ്റൊരു ഡിവിഷൻ എടുക്കുന്നു. ഇവിടെ നോക്കിയേ, ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ. അതൊന്ന് എടുത്ത് നോക്കിയേ. ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു, ആർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ്, ഇവിടെ ആർ സൈൻ തീറ്റയുടെ വാല്യൂ എന്താ? ആർ സൈൻ തീറ്റയുടെ വാല്യൂ ബി ആണ് അല്ലേ? അപ്പോൾ ബി ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റയുടെ വാല്യൂ എ ആണ്. ബി ബൈ എ എന്ന് കിട്ടും. ഇവിടെ ആർ ക്യാൻസൽ ചെയ്തു. ദെൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് കിട്ടും. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് കിട്ടും. ഇംപ്ലൈസ് വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2 എന്ന് കിട്ടി. ആൻഡ് തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്ന് കിട്ടി. ഇത് എപ്പോഴാണ് കിട്ടിയത്? എയുടെ വാല്യൂ ആർ കോസ് തീറ്റ എന്നും ബിയുടെ വാല്യൂ ആർ സൈൻ തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് y1നെ ഒന്നുകൂടി എഴുതാം. y1 ഈസ് ഈക്വൽ ടു, സോ y1 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ax ഇൻറ്റു ആർ ഇൻറ്റു എ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി. ഈ എക്ക് വാല്യൂ ഏതെന്ന് കൊടുത്തു? ആർ കോസ് തീറ്റ എന്ന് കൊടുത്തു അല്ലേ? ഇപ്പം എങ്ങനെ വരും? ആർ കോസ് തീറ്റ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു ബിയുടെ വാല്യൂ എന്താ? ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി. എക്കും ബിക്കും അവിടെ വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് y1 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ax ഇൻറ്റു ആർ കോസ് തീറ്റ ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് ആർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇതിൽ ആർ എന്താണ്? ആർ രണ്ട് ടേമിലും കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാം. സോ ആർ ഇൻറ്റു ഇ റൈസ് ടു ax ഇൻറ്റു, ഇതിനെ ഒന്നുകൂടെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇവിടെ കോസ് തീറ്റയ്ക്ക് പകരം എന്താ? ഇവിടെ സൈൻ ബി എക്സ് പ്ലസ് സിനെ ഞാൻ ആദ്യം എഴുതും. അപ്പോൾ എങ്ങനെ വരും? സൈൻ ബി എക്സ് പ്ലസ് സി ഇൻറ്റു കോസ് തീറ്റ. ഫസ്റ്റ് ടൈമിൽ കോസ് തീറ്റയാണ് ആദ്യം കിട്ടുന്നത്, അതിന് ഞാൻ രണ്ടാമത് എഴുതി സൈൻ ബി എക്സ് പ്ലസ് സിനെ തിരിച്ചെഴുതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അപ്പോൾ സൈൻ ബി എക്സ് പ്ലസ് സി ഇൻറ്റു കോസ് തീറ്റ പ്ലസ്, ഇനി ഇവിടെയും മാറ്റുന്നു. എന്ത് മാറ്റുന്നു? കോസ് ബി എക്സ് പ്ലസ് സി ആദ്യം എഴുതുന്നു. ദറ്റ് ഈസ് കോസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, സൈൻ ബി എക്സ് പ്ലസ് സി ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു സൈൻ തീറ്റ. ഇതെന്താ? ദിസ് വൺ ഈസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോം. നിങ്ങൾ ചിലപ്പോൾ എയിലും ബിയിലും ആയിരിക്കില്ല പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. നിങ്ങൾ എക്സിലും വൈയിലും ആണെങ്കിൽ അത് പറയാമേ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? അപ്പോൾ ഇതെന്താ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്താ? ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? അപ്പോൾ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. ഇവിടെ എന്താ എക്സിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി എക്സ് പ്ലസ് സി ആണ്. വൈയുടെ വാല്യൂ എന്താ? വൈയുടെ വാല്യൂ ഇസ് തീറ്റ. അപ്പോൾ കൊടുക്കാമല്ലോ. എന്ത് കൊടുക്കും? ദറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താ? ബി എക്സ് പ്ലസ് സി. ബി എക്സ് പ്ലസ് സി പ്ലസ് വൈയുടെ വാല്യൂ ദറ്റ് ഈസ് തീറ്റ. ആർ ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് തീറ്റ ദറ്റ് ഈസ് y1. ഇതാണ് y1. അപ്പോൾ y1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കിയേ,
y എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി ആയിരുന്നു. അപ്പോൾ y1 എങ്ങനെ കിട്ടി? y1 കിട്ടിയത് ഒരു r മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. r ഇൻറ്റു ഇ റൈസ് ടു എക്സ് അതുപോലെ ഉണ്ടല്ലോ, ഇ റൈസ് ടു എക്സ് അതുപോലെ ഉണ്ട്. സൈനിൻ്റെ കൂടെ ബി എക്സ് പ്ലസ് സി ആയിരുന്നു ആംഗിൾ അല്ലേ? ബി എക്സ് പ്ലസ് സി ആയിരുന്നു നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ. അതിൻ്റെ കൂടെ എന്ത് കൂടെ വന്നു? ഒരു തീറ്റയും കൂടെ ആഡ് ചെയ്ത് വന്നു. ഇതാണ് ചേഞ്ച്. എന്തൊക്കെയാ ചേഞ്ച്? y എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി ആയിരുന്നു. അപ്പോൾ y1 ആയപ്പോൾ എങ്ങനെ മാറി? ഒരു r മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. ആംഗിളിൽ ബി എക്സ് പ്ലസ് സിയുടെ കൂടെ ഒരു തീറ്റയും കൂടെ ആഡ് ചെയ്ത് വന്നു. അപ്പോൾ y2 എഴുതാമല്ലോ നമുക്ക്. y2 ഈസ് ഈക്വൽ ടു ഒരു r കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ r ബിക്കം r സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് എന്ത് വരും? ഒരു തീറ്റയാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു തീറ്റയും കൂടെ വരും. സോ ഇറ്റ് ബിക്കം 2 തീറ്റ അല്ലേ? ദെൻ വട്ട് ഈസ് y3? y3 ഈസ് ഈക്വൽ ടു ഇവിടെ r സ്ക്വയർ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? r ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് 3 തീറ്റ. ഒരു തീറ്റയും കൂടെ ആഡ് ചെയ്ത് വരും. എക്സെട്ര yn ഈസ് ഈക്വൽ ടു r റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് n തീറ്റ എന്ന് വരും. ദറ്റ് ഈസ് yn. ദറ്റ് ഈസ് ഈക്വൽ ടു ആറിന് വാല്യൂ ഉണ്ടല്ലോ. എന്താ ആറിൻ്റെ വാല്യൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2. ദറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2 റൈസ് ടു n. That is r raised to n into e raised to ax into sin bx plus c plus n into what is theta? Theta is tan inverse b by a. Tan inverse b by a. കണ്ടോ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദി ഹോൾ റൈസ് ടു 1/2 റൈസ് ടു n. അതിനെങ്ങനെ എഴുതാം? റൈസ് ടു n/2 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൈസ് ടു n/2 1/2 ഇൻറ്റു n. അതെന്ത് വരും? 1/2 ഇൻറ്റു n എന്ന് വരും. ദറ്റ് ഈസ് n/2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് n ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ബാക്കി അതുപോലെ തന്നെയാണ്. ഉണ്ടോ? ഇതാണ് ആൻസർ.